നമസ്കാരം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന സാന്ത്വനം മഹൽ എന്ന് പറയുന്ന പള്ളിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കലെങ്കിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയ ആളുകൾക്ക്, അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ ദീർഘകാലം ചികിത്സ തേടേണ്ടി വന്ന ആളുകൾക്ക് സാന്ത്വനത്തിന്റെ ഒരു സാന്ത്വന സ്പർശം അവർക്ക് ലഭിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നോമ്പ് കാലത്ത്, റമദാൻ മാസക്കാലത്ത് ആശുപത്രികളിൽ കിടക്കുന്ന ആളുകൾ, അവർക്ക് കൂട്ടിരിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ നോമ്പ് തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചു നൽകുക, അതുപോലെ തന്നെ മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾക്ക് മരുന്ന് വാങ്ങി നൽകുക, ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ആംബുലൻസ് ആവശ്യം വരുന്ന ഒരുപാട് രോഗികളുണ്ട്. ഇത്തരത്തിലുള്ള രോഗികൾക്ക് ആംബുലൻസ് വിട്ടു നൽകുക. അതുപോലെ തന്നെ ഇവിടെ ഈ അപകട മരണങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അപകടങ്ങൾ സംഭവിക്കുന്ന ആളുകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. അങ്ങനെ ഉറ്റവരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുമൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് നോക്കാൻ പോലും ഭയപ്പെടുന്ന അത്തരത്തിലുള്ള അവസ്ഥയിലുള്ള മൃതദേഹങ്ങൾ, ഈ മൃതദേഹങ്ങൾ പരിപാലിക്കുക, മയ്യിത്ത് നമസ്കരിക്കുക, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മൃതദേഹമാണെങ്കിലും അത് പരിപാലിക്കുന്നതിന് ആവശ്യമായ സഹായം നൽകുക. ഇതര മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പോലും നേതൃത്വം നൽകിയിട്ടുള്ള ഒരു സംഘടനയാണ് സാന്ത്വനം എന്ന് പറയുന്ന സംഘടന. പ്രത്യേകിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന സാന്ത്വനം മഹൽ എന്ന് പറയുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തന രംഗത്തുള്ള, സജീവമായ രംഗത്തുള്ള കുറച്ച് ആളുകളുണ്ട്. പരിശീലനം കിട്ടിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുക. മോർച്ചറിയിൽ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടുകിട്ടുന്ന സമയത്ത് ആ മൃതദേഹങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം, ഏത് മതവിഭാഗങ്ങളാണെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ അത് പോയി ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടന. സാന്ത്വനം മഹലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചുരുക്കം ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഏവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന, ഏവരും ആശ്രയിക്കുന്ന ഈ സാന്ത്വനം മഹൽ എന്ന് പറയുന്ന ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാന്ത്വനത്തിന്റെ ഈ യൂണിറ്റിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടവർ ഇതുവരെ നടത്തിപ്പോന്നിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് വിഭാഗമാണ് മോർച്ചറിയുടെ പരിസരത്ത്, അല്ലെങ്കിൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ആവശ്യമില്ല, സാന്ത്വനത്തിന്റെ SYS സാന്ത്വനത്തിന്റെ സഹായം ആവശ്യമില്ല എന്നുള്ള ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. തൽക്കാലം അവരുടെ പ്രവർത്തനം അത് നിർത്തിവെപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത്. ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി, സംഘടനയുടെ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി മെഡിക്കൽ കോളേജ് അധികാരികൾക്ക് നൽകിയ ഒരു പരാതിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ മെഡിക്കൽ കോളേജ് അധികാരികളെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പാലക്കാട് വാളയാറിൽ രാംനാരായൺ എന്ന് പറയുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ സംഘപരിവാർ സംഘങ്ങൾ തല്ലിക്കൊന്നത്. ഈ മനുഷ്യന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി ഒന്ന് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കഷ്ണം തുണി, ഒരു തുണ്ട് തുണി അതുപോലും കൊണ്ടുവന്ന് കൊടുക്കാൻ ഇവിടെ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ സാന്ത്വനം മഹലിലെ SYS സാന്ത്വനം പ്രവർത്തകർ ഈ തുണി കൊണ്ടുപോയി കൊടുത്തു. ഈ തുണി കൊണ്ടുപോയി കൊടുത്തതാണ് ഇവിടെ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ തുണി കൊണ്ടുചെന്ന് കൊടുത്തപ്പോൾ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് മൃതദേഹം പാക്ക് ചെയ്യുന്ന പണി മൊത്തത്തിൽ SYS എന്ന് പറയുന്ന ഒരു മതസംഘടന ഏറ്റെടുത്തിരിക്കുന്നു, അത് അനുവദിക്കാൻ കഴിയില്ല, നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പരാതിയുടെ കോപ്പി ഞാൻ കണ്ടിട്ടില്ല. ജനം TV വന്ന വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ വാർത്തയിൽ പറയുന്നത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. എന്തായാലും SYSന്റെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവ സ്വഭാവമുള്ള, ഗുരുതര സ്വഭാവമുള്ള ഒരു നീക്കം തന്നെയാണ് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇനി ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും SYS സാന്ത്വനം എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ ഇതുവരെ നടത്തിപ്പോന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലുള്ളതാണ് എന്ന് ഇരുവിഭാഗം ആളുകൾക്കും അറിയാം. ഭരണത്തിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം, ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് അറിയാം. നമ്മുടെ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ദുരന്തങ്ങൾ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്.
കോവിഡ്, പ്രളയം, അതുപോലെ തന്നെ ചൂരൽമല ദുരന്തം, അങ്ങനെ ഒത്തിരി ദുരന്തങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ SYS സാന്ത്വനം എന്ന് പറയുന്ന സംഘടന നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് ജനപ്രതിനിധികളും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ പലപ്പോഴും വാചാലരാകുന്നത് കണ്ടിട്ടുമുണ്ട്. എന്തായാലും അത്തരത്തിൽ ആ സമയങ്ങളിലൊക്കെ വാചാലരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. അവിടെയാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ഗൗരവം. അത്തരത്തിലുള്ള മൗനമാണ് ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം. ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന, അവരെ സംബന്ധിച്ചിടത്തോളം SYS എന്ന് പറയുന്ന സംഘടന അതൊരു കാന്തപുരം AP വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ തണലിൽ വളർന്നു പന്തലിച്ച ഒരു സംഘടനയാണ്. ആ സംഘടന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹിന്ദു ഐക്യവേദിയെ പോലുള്ള സംഘടനകൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഹിന്ദു ഐക്യവേദി ഒരു പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഈ പരാതിയിന്മേൽ ചാടി വീണ് SYSന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചതാണോ അതോ കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണോ? എന്താണെങ്കിലും വളരെ ഗൗരവത്തോടു കൂടി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത ഈ ഒരു സാഹചര്യം എന്ത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണോ എടുത്തതാണോ? എന്തായാലും ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയേണ്ടതുണ്ട്. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ നിരാശയിലാണ്. ഞാൻ ഈ വിഷയം ഇവിടെ പറയാനുണ്ടായ ഒരു സാഹചര്യം സാധാരണക്കാരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവിടെ DYFI അതുപോലെ തന്നെ മറ്റു പല സംഘടനകളും സജീവമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് DYFIയുടെ പൊതിച്ചോർ വിതരണം, അതുപോലെ തന്നെ രക്തം ആവശ്യമുള്ളവർക്ക് രക്തദാനം നൽകാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ സദാസമയവും ഇവിടെ സേവന സന്നദ്ധരായി രംഗത്തുണ്ടെങ്കിൽ പോലും അവിടെ മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെടുത്താൻ അവിടെ പല നിലക്കും വരുന്ന ആളുകളുണ്ട്, രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ 100% നമുക്കത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്തരമൊരു സ്ഥലത്താണ് ഒരു സംഘടന ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ചെയ്തുകൊണ്ടിരുന്ന ചില സേവന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ സംഘപരിവാർ സംഘടനകൾ ചെക്ക് വച്ചിരിക്കുന്നത്. ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഒരുപാട് ആളുകൾ, പാവപ്പെട്ട ആളുകൾ അവരുടെ ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞു. കാരണം ഞങ്ങൾക്കൊക്കെ ഒരുപാട് സഹായം ഈ സാന്ത്വനം മഹലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മെഡിക്കൽ കോളേജിൽ ഈ നോമ്പുകാലത്തൊക്കെ ചികിത്സ തേടി വരുന്ന ആളുകൾ, ആ പ്രദേശത്തേക്ക് രോഗികളെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ, ഇവർക്കൊക്കെ നമസ്കാരം, അതുപോലെ തന്നെ നോമ്പുതുറ, മറ്റു പ്രാർത്ഥനകൾ നിർവഹിക്കാൻ, അതോടൊപ്പം തന്നെ ഇവിടെ ഒന്ന് ആശ്വസിപ്പിക്കാൻ സാന്ത്വനം മഹലിന്റെ പ്രവർത്തകർക്ക് കഴിയാറുണ്ട്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സമാധാനിപ്പിക്കാൻ കഴിയുന്ന വാക്ക് ഇത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇതിനൊക്കെയാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ചെക്ക് വെച്ചിരിക്കുന്നത്. ഇത് പരിശോധിക്കേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോൾ എടുത്ത ഈ ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ ഒരു പുനഃപരിശോധന നടത്തണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതുകൊണ്ടൊന്നും തളരരുത്. സാന്ത്വനം മഹലിന്റെ SYS സാന്ത്വനം പ്രവർത്തകർ ശക്തമായി തന്നെ ഇതുവരെ ഏത് വഴിയിലൂടെയാണോ സഞ്ചരിച്ചത്, എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനിയും പാവങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് മാത്രമാണ് ആ സംഘടനയുമായി ബന്ധപ്പെട്ട് സദാസമയം പ്രവർത്തന രംഗത്തുള്ള അതിന്റെ പ്രവർത്തകരോട് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.